തുടർച്ചയായ ഫേസ്ബുക്ക് യുദ്ധത്തിനൊടുവിൽ ഫ്രണ്ട്ഷിപ്പ് മോഡിൽ എം.പി. രാജേഷും വി.ടി. ബൽറാമും പരസ്പരം അഭിവാദ്യം ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ ബൽറാം പൂർത്തിയാക്കണമെന്ന അഭ്യർത്ഥനയുമായി രാജേഷ് രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ഉറപ്പു നൽകി ബൽറാം രംഗത്തെത്തിയത്. നേരിൽ കണ്ട് നിലവിലെ വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും ബൽറാം പറഞ്ഞു. എനിക്ക് നൽകുന്ന അഭിനന്ദനങ്ങൾക്കും ആശംസകൾക്കും ആത്മാർത്ഥമായ നന്ദി. താങ്കളുടെ കാലത്ത് തുടങ്ങിവെച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നത് എന്റെയും മുൻഗണനയാണ്. അതിനായി താങ്കൾ വാഗ്ദാനം ചെയ്യുന്ന ക്രിയാത്മക പിന്തുണയെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. ഒരു ജനപ്രതിനിധി തുടങ്ങിവെച്ചു എന്നതിന്റെ പേരിൽ അടുത്ത 5 വർഷവും അത് പൂർത്തീകരിക്കാൻ അനുവദിക്കാത്ത നിഷേധാത്മക സമീപനം നാടിന് ഗുണകരമല്ലല്ലോ. താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെയും ക്രിയാത്മക പിന്തുണ ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ തുടരുന്നതാണ് വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അനാരോഗ്യത്തിൽ നിന്നും എത്രയും വേഗം പൂർണ്ണ വിമുക്തി നേടി പൊതുരംഗത്ത് സജീവമാകാൻ എം.പി. രാജേഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും വി.ടി. കുറിച്ചു. എം.പി. രാജേഷിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയ 68,041 വോട്ടർമാരെയും മറ്റെതിർ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചെയ്തവരെയും വി.ടി. ബൽറാം തന്റെ കുറിപ്പിൽ അഭിനന്ദിച്ചു. UTV ന്യൂസ്, പാലക്കാട്.